ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് വീണ്ടും നോമ്പുകാല ചിന്തകളിലേക്ക് കടക്കാം. ഇന്ന് നിയമാവർത്തന പുസ്തകത്തിലെ 32-ാം അധ്യായത്തിലെ 10-11 തിരുവചനങ്ങൾ. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഊരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. അവനെ വാരിപ്പുണർന്നു, താൽപര്യപൂർവം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകെടുക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സംരക്ഷണം ഇസ്രായേൽ ജനം ഏറ്റവും അധികം അറിഞ്ഞതും അനുഭവിച്ചതും 40 വർഷം ദീർഘിച്ച മരുഭൂമിയിലൂടെയുള്ള യാത്ര മതിയായിരുന്നു. വഴിയും നീളമില്ലാത്ത ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ അവർ വാഗ്ദത്ത ഭൂമിയെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്തു. പകൽ മേഘത്തൂണും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവം അവരെ വഴി നടത്തി. മുകളിൽ മേഘമായി തണൽ വിരിച്ചു, ആകാശത്തിൽ നിന്ന് മന്ന വർഷിച്ച് അവരുടെ വിശപ്പടക്കി. ഇതെല്ലാം ദൈവവചനത്തിൽ പറഞ്ഞപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പാറയിൽ നിന്ന് നീരൊഴുക്കി ദാഹം ശമിപ്പിച്ചു. സ്വന്തമായി ഒന്നുമില്ലാത്ത നിസ്സഹായമായ അവസ്ഥയിൽ ദൈവം അവർക്ക് എല്ലാമായി. വഴിയും നിഴലും ലക്ഷ്യവും ലക്ഷ്യപ്രാപ്തിക്ക് ആവശ്യമായതും എല്ലാം നൽകി ദൈവം അവരെ പരിപാലിച്ച അനുഭവം ഉണ്ടായിരുന്നു. ഇതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ പൈതൃകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ സംരക്ഷണം അനുസ്മരിക്കുന്ന ഒരു പ്രതീകമാണ് മരുഭൂമിയിൽ കരയുന്ന ഒരു കുഞ്ഞിനെ വാരിപ്പുണർന്ന് സ്വന്തമായി സ്വീകരിക്കുന്ന പിതാവിൻ്റെ ചിത്രം നമ്മളിപ്പോൾ വചനത്തിലൂടെ വായിച്ചു കേട്ടത്. കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന കഴുകൻ്റെ ചിത്രം മരുഭൂമി അനുഭവത്തിൻ്റെ മറ്റൊരു മാനം പ്രകടമാക്കുന്ന ഒരു വെളിച്ചമാണ്, അല്ലെങ്കിൽ ഒരു കഥയാണ് ദൈവം നമ്മളോട് പറഞ്ഞത്. തൂവൽ മുളച്ചു എങ്കിലും പറക്കാൻ അറിയാത്ത ഭയക്കുന്ന കുഞ്ഞിനെ തള്ളക്കഴുകൻ പറക്കാൻ പഠിപ്പിക്കുന്ന തൻ്റെ ചിത്രം മനോഹരമാണ്. കൂട് ചലിപ്പിക്കുകയും പിന്നീട് കൂടിൻ്റെ കൊമ്പുകൾ ഒന്നൊന്നായി വലിച്ചു നീക്കുകയും ചെയ്യുന്ന തള്ളക്കഴുകന്റെ പ്രവൃത്തി മനസ്സിലാക്കാൻ കുഞ്ഞിന് പ്രയാസമുണ്ട്. അള്ളിപ്പിടിച്ചിരിക്കുന്ന അവസാനത്തെ കമ്പ് വലിച്ചു കളയുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ലാതെ കല്ലുപോലെ താഴേക്ക് വീഴുന്ന കുഞ്ഞ് കരുതും എല്ലാം അവസാനിച്ചെന്ന്. പക്ഷേ താഴേക്ക് വീഴുന്ന കുഞ്ഞിന് മുമ്പേ ഊളയിട്ട് പറക്കുന്ന തള്ളക്കഴുകൻ വിരിച്ച ചിറകിൽ കുഞ്ഞിനെ വഹിക്കുന്നു. പലതവണ ഈ പ്രക്രിയ ആവർത്തിക്കുമ്പോൾ കുഞ്ഞെന്ത് ചെയ്യുന്നു? ചിറക് വിരിച്ച് വീശി പറക്കാൻ പഠിക്കുന്നു. കുഞ്ഞിന് അപ്പോൾ ബോധ്യമാകും എന്തായിരുന്നു ക്രൂരതയെന്ന് കരുതിയ പ്രക്രിയയുടെ ശരിയായ ലക്ഷ്യമെന്ന്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ ഇടപെട്ടത്. ഇസ്രായേലിൻ്റെ മാത്രമല്ല, ഓരോ ജനതയുടെയും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലും ദൈവം ഇപ്രകാരം ഇടപെടുന്നുണ്ട്. എൻ്റെയും നിൻ്റെയും ഈ അവബോധത്തിൽ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ആകസ്മികമായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ദുരിതങ്ങൾ, അത്യാഹിതങ്ങൾ എന്നൊക്കെ കരുതുന്നവ ദൈവിക പരിപാലനയിൽ ആശ്രയിക്കാനും അത് അനുഭവിക്കാനുമുള്ള അവസരങ്ങളായി മാറും. നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ മതി. നിങ്ങളെ ദൈവമായ കർത്താവ് നിങ്ങളെ പിതാവ് പുത്രനെന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. നിയമാവർത്തനത്തിൽ 1:31 പറയാണ്, നിങ്ങളെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രൻ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. ദൈവത്തിൻ്റെ പിതൃസഹജമായ വാത്സല്യവും സംരക്ഷണവും അനുഭവിച്ചറിയാനായിട്ട് ഈ നോമ്പുകാലം നമ്മൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സഹായിക്കട്ടെ എന്ന കൊച്ചു ഇരുവിചിന്തനത്തിലൂടെ ഈ സന്ദേശം നൽകാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ
എല്ലാവരെയും സംരക്ഷിക്കുന്നതിനായിട്ടൊരു പക്ഷേ നമ്മളെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടത്തിവിടുമ്പോൾ ഈ മരുഭൂമിയിലൂടെ നാളുകളിലേക്കിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കാനാൻ ദേശത്ത് തന്നെ നമ്മൾ ചെന്ന് ചേരുന്നതായിരിക്കും. നമുക്കൊരു ദിവസം വിട്ടുകൊടുക്കാം. കർത്താവേ, ഞങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കാനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കർത്താവേ, ഞങ്ങളെ കാത്തിരിക്കുന്ന ദൈവമേ, ഞങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ പൂർണ്ണ സംരക്ഷണം എപ്പോഴും നീ ഒരുക്കി വെച്ചിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.